Hello everyone, welcome to your second chapter, Circles and Angles ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് ആണ് ചെയ്യാൻ പോകുന്നത്. 10 ക്വസ്റ്റ്യൻ തരും. ഈ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ ഓൾമോസ്റ്റ് പെർഫെക്റ്റ്ലി റെഡിയാണ് ഈ ചാപ്റ്റർ തീർക്കാൻ വേണ്ടിയിട്ട്. 10 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ എൻ്റെ കൂടെ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ആൻസർ ചെയ്യും. ഞാൻ പറഞ്ഞതിന് മുമ്പ് നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. അങ്ങനെയാണ് നിങ്ങളുടെ ബ്രെയിനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അല്ലാണ്ട് എൻ്റെ കണ്ടിട്ട് നിങ്ങൾ ക്രോസ് വെരിഫൈ അല്ല ചെയ്യേണ്ടത്. വേഗം നിങ്ങൾ ആൻസർ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. അറിയാത്തവർ പഠിക്കുക. ഈ 10 ക്വസ്റ്റ്യൻ ചെയ്തതിന് ചാപ്റ്ററിൽ ഏകദേശം എല്ലാ ടോപ്പിക്സും നമ്മൾ തൊട്ട് പോകുന്നുണ്ടാവും. ഓക്കെ, റെഡി? സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഈ ചാപ്റ്റർ എന്നാണെന്ന് കമൻറ്റും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഒരു കൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻ. എക്സാമിന് എപ്പോഴും ഈ ചാപ്റ്റർ കൺസ്ട്രക്ഷൻ ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കം റേഡിയസ്. സർക്കം റേഡിയസ് തന്നെ ക്ലൂ കിട്ടണം. ഇതൊരു സർക്കിളാണ് വരയ്ക്കാൻ പറഞ്ഞത്. ഓക്കെ, സർക്കിൾ. അങ്ങനെ പറയുമ്പോൾ സർക്കിൾ പുറത്തും ആൻഡ് എന്താണ് ട്രയാങ്കിൾ ഉള്ളിൽ. ഇതാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, ഓഫ് 4 സെൻറ്റിമീറ്റർ. അതിൻ്റെ റേഡിയസ് എത്രയാണ്? സർക്കിൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ 4 സെൻറ്റിമീറ്റർ. ഓക്കെ, 4 സെൻറ്റിമീറ്റർ. അപ്പോൾ സർക്കിൾ വരയ്ക്കുക 4 സെൻറ്റിമീറ്റർ, അത് സിമ്പിൾ. ഇനി 2 ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ 60ഉം 80ഉം. അപ്പോൾ നോക്കിയേ, ഇവിടെ 60 ഡിഗ്രി. നോക്കിയാൽ ഇവിടെ എല്ലാം ശ്രദ്ധിക്കും. ഇവിടെ 60 ഡിഗ്രി കിട്ടണമെങ്കിൽ ഇവിടെ 60 ഡിഗ്രി എനിക്ക് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? സെൻറ്ററിൽ എന്ത് ചെയ്യണം? സെൻറ്ററിൽ അതിൻ്റെ ഡബിൾ ഉണ്ടാക്കണം, 120 ഡിഗ്രി. ഇനി ട്രയാങ്കിളിൽ ഒരറ്റം 80 ഡിഗ്രി. 80ൻ്റെ ഡബിൾ എത്രയാണ്? ഇവിടെ എനിക്ക് 80 വേണമെങ്കിൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ ഇവിടെ 80 ആണെങ്കിൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ ഇവിടെ എത്ര വരും? അതിൻ്റെ ഡബിൾ 160 ഡിഗ്രി. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പം കൺസ്ട്രക്ഷൻ ഇസ് വെരി സിമ്പിൾ. നിങ്ങളൊരു കോമ്പസ് എടുക്കുക, സ്കെയിൽ എടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു റേഡിയസ് എത്ര വരയ്ക്കേണ്ടത്? 4 സെൻറ്റിമീറ്റർ റേഡിയസുള്ള സർക്കിൾ വരയ്ക്കാം. ഓക്കെ, 4 സെൻറ്റിമീറ്റർ സർക്കിൾ വരച്ചു. സെൻറ്ററിൽ ഒരു ഡോട്ട് ഇടും. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യും? ഇവിടുന്ന് നേരെ ഒരു വര ഇങ്ങോട്ട് ഇട്ടേ. ഓക്കെ, നേരെ ഒരു വരയിടുക. സെൻറ്റർ കിട്ടി. ഇവിടെ 4 സെൻറ്റിമീറ്റർ എന്ന് എഴുതിക്കോ സന്തോഷത്തിന്. ഓക്കെ, 4 സെൻറ്റിമീറ്റർ എന്ന് എഴുതി. 4 സെൻറ്റിമീറ്റർ റേഡിയസ് കിട്ടി. നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്താണ്? നമുക്ക് 60 ഡിഗ്രി 80 ഡിഗ്രി അല്ല വരയ്ക്കേണ്ടത്. നമുക്ക് സെൻറ്ററിലുള്ള 120 അല്ലെങ്കിൽ 160. നിങ്ങൾ 120 ഡിഗ്രി വരച്ചോ. നിങ്ങൾ പ്രൊട്രാക്ടർ എടുത്ത് വെക്കുക. 120 ഡിഗ്രി എത്ര ഉണ്ടാവും ഏകദേശം? 120 ഡിഗ്രി. ഇത് 90. ഓക്കെ, നിങ്ങൾ പ്രൊട്രാക്ടർ എടുക്കുക. ഇതായിരിക്കും 120 ഡിഗ്രി വരിക. ദിസ് ഈസ് യുവർ 120 ഡിഗ്രി. നിങ്ങളിവിടെ 120 ഡിഗ്രിന്ന് മാർക്കുന്നു. കഴിഞ്ഞിട്ടില്ല, ഇനിയൊന്നും ചെയ്യാനായിട്ടില്ല. ഇനി അടുത്ത ആംഗിൾ എന്താ? 160 ഡിഗ്രി. 160 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഏകദേശം സ്ട്രെയിറ്റ് ലൈൻ പോലെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് 160 ഡിഗ്രി. ദിസ് ഈസ് യുവർ 160 ഡിഗ്രി. ഓക്കെ, അപ്പോൾ 2 ആംഗിളും വരച്ചു. ഓക്കെ, 120 ഡിഗ്രി. ഇപ്പോൾ ഒരു ബെൻസ് ലോഗോ പോലെ ആയില്ലേന്ന് നോക്കിയാൽ, അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ദിസ് ഈസ് യുവർ 120 ഡിഗ്രി. ദിസ് ഈസ് യുവർ 160 ഡിഗ്രി. ഓക്കെ, വൃത്തിയിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ബെഞ്ച് ലോഗോ കിട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് പണിയിലേക്ക് എത്തി. ഓക്കെ, നമ്മൾ ഈ ഡോട്ട്സ് ജോയിൻ ചെയ്യുന്നു. ഈ ഡോട്ട് ജോയിൻ ചെയ്യുന്നു, ഈ ഡോട്ട് ജോയിൻ ചെയ്തു, ആൻഡ് ഈ ഡോട്ട് ജോയിൻ ചെയ്തു. ഡൺ. ട്രയാങ്കിൾ കഴിഞ്ഞു. ഇനി ഒന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ തീർക്കണമെങ്കിൽ ഞാൻ എവിടേക്കാണ് 60ഉം 80ഉം ഡിഗ്രി വരുന്നതെന്ന് പറയാം. ഇവിടെ 120 ആണെങ്കിൽ അതിൻ്റെ ഇവിടെ വരും. ഓക്കെ, എത്ര? 120 ഡിഗ്രീൻ്റെ പകുതി എത്ര? 60 ഡിഗ്രി. ഇവിടെ 160 ആണെങ്കിൽ അതിൻ്റെ പകുതി ഇവിടെ വരും. എത്രയാണ്? 80 ഡിഗ്രി. കഴിഞ്ഞു. നമുക്ക് ആവശ്യമുള്ള ഡയഗ്രാം കഴിഞ്ഞു. ഇതെന്താണെങ്കിലും ഇവർ 4 മാർക്കായിരിക്കും ക്വസ്റ്റ്യൻ. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തോ. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ കാണാൻ ഡയഗ്രാം ഉണ്ട്. ABCD are points on the circle. ഓക്കെ, on the circle with central angle 100. ഓക്കെ, വാട്ട് ഇസ് ദ മെഷർ ഓഫ് ആംഗിൾ ADC? വളരെ സിമ്പിൾ. സെൻട്രൽ ആംഗിൾ എന്താണോ അതിൻ്റെ പകുതിയാണ് ഇവിടെ വരാമെന്ന് ഞാനിവിടെ മാർക്ക് ചെയ്ത് തരാം. ഇറ്റ് വിൽ ബി 50 ഡിഗ്രി, 50 ഡിഗ്രി. സിമ്പിൾ. ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ ABC. ഈ ABC എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, 50. ഇതിൻ്റെ പകുതിയാക്കാം, സപ്ലിമെൻ്ററി ആക്കാം. അതൊന്നും വേണ്ട. ഇതിൻ്റെ പകുതി ഇവിടെ ഉണ്ട്, 150. ഈ മേജർ ആർക്കിലെ മൈനർ ആർക്കിലെ ആംഗിൾ B പ്ലസ് ആംഗിൾ D ഈസ് 180 ഡിഗ്രി. കാരണം എല്ലാവരും കമൻറ്റ് ചെയ്തേ ആംഗിൾ Dയും ആംഗിൾ B ആഡ് ചെയ്ത 180. വൈ കമൻറ്റ് ചെയ്തോ. ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇത് അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾ എക്സാമിൽ എഴുതുമ്പം ആ കാരണം വേണം. അപ്പോൾ നിങ്ങൾക്കറിയാം ആംഗിൾ B ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് ആംഗിൾ D. അപ്പോൾ ഇവിടെ ഒരു കാരണം എഴുതണം. ആ കാരണം കമൻറ്റ് ചെയ്തോ കേട്ടോ. 180 ഡിഗ്രി മൈനസ് 50. ഓക്കെ, അപ്പോൾ എത്ര വരെ? 130 ഡിഗ്രി. ഓക്കെ, അവർ സപ്ലിമെൻ്ററി. പക്ഷേ സപ്ലിമെൻ്ററി എഴുതിയാൽ പോലെ എന്താ കാരണം? അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇൻ ദ ഫിഗർ ABCD ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. കഴിഞ്ഞ ക്വസ്റ്റിൻ്റെ ആൻസറാണ് ഞാൻ പറഞ്ഞത്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് കേട്ടോ. 4 അറ്റവും സർക്കിളിൻ്റെ മുകളിൽ. ഓക്കെ, PBC എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ 75 ഡിഗ്രി. ബാഡ് എന്ന് പറഞ്ഞ ഈ ആംഗിൾ 70 ഡിഗ്രി. നമുക്ക് ABC BCD ഒക്കെ കണ്ടുപിടിക്കണം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ABC. ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ലീനിയർ പെയർ അല്ലേ, ഇവൻ്റെ ലീനിയർ പെയർ. അപ്പോൾ എത്ര വരിക? ഈ ആംഗിൾ എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി മൈനസ് 75. ഓക്കെ, ലീനിയർ പെയർ എന്ന് എഴുതാം, അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ആംഗിൾസ് എഴുതാം. എത്ര? 105 ഡിഗ്രി.
ഓക്കെ 105 ഡിഗ്രി അത് കിട്ടി. എ ബി സി കിട്ടി. ബി സി ഡി ഏതാ? ബി സി ഡി ഇവനാണ് അടുത്ത് കണ്ടുപിടിക്കുക. ബി സി ഡി. ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതായിട്ട് സപ്ലിമെൻ്ററിയാണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയും 180 ഡിഗ്രി ആണ്. അപ്പോൾ എന്താ 180 ഡിഗ്രി മൈനസ് 70. അപ്പോൾ എത്ര വരിക? നമുക്ക് 110 ഡിഗ്രി. എത്ര? 110 ഡിഗ്രി. ഓക്കെ 110 കിട്ടി ഇവിടെ. അടിപൊളി. അപ്പോൾ ഇവിടെ 110, ഇവിടെ 105. ആംഗിൾ എ ഡി സി. ആംഗിൾ എ ഡി സി ഈ ആംഗിൾ ശരിക്കും പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓപ്പോസിറ്റിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ എത്ര? 75. നേരെ എഴുതിക്കോ. ഇതിൻ്റെ പ്രൂഫ് വരെ നമുക്ക് പഠിക്കാനുണ്ട്. 75 ഡിഗ്രി. ഓക്കെ സി ഇത് രണ്ടും കൂടി സപ്ലിമെൻ്ററി. അപ്പോൾ 105ഉം 75 സപ്ലിമെൻ്ററി. ആൻഡ് എ ഡി ക്യു ഇതാ എ ഡി ക്യു എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ്. ഇത് ലീനിയർ പെയർ 75 ലീനിയർ പെയർ എത്ര? 105 ഡിഗ്രി. ഓക്കെ ഇനി സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റിൻ്റെ എക്സ്റ്റീരിയർ സെയിം അല്ലേ? 105. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇതിൻ്റെ പ്രൂഫും നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെക്കൻഡ് ചാപ്റ്ററിൽ ലൈവ് ഉണ്ട്, പോയി കാണാം. ഓക്കെ റെഡി. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ O is the center of the circle. ഓക്കെ എന്താ കണ്ടുപിടിക്കേണ്ടത്? CBO. ഓക്കെ CBO. ഓക്കെ ഫസ്റ്റ് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. സർക്കിൾ സെൻറ്റർ തന്നാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം റേഡിയസ് എവിടെ ഉണ്ടാവുന്നത്. ഇത് സർക്കിളിൻ്റെ സെൻറ്റർ, ഇത് റേഡിയസ്. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഈ ട്രയാങ്കിൾ എന്താ? ഐസോസ്ലീസ്. എന്താണ്? ഐസോസ്ലീസ് ട്രയാങ്കിൾ. ഓക്കെ അപ്പം ഈ ആംഗിളും ഈ സൈഡ് രണ്ട് സൈഡ് ഈക്വൽ ആണ്. ഈ രണ്ട് ആംഗിളും ഈക്വലാണ്. അപ്പോൾ ഇവിടെ 40 ഡിഗ്രി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? CBO എന്ന് പറഞ്ഞ ആംഗിൾ 40 ഡിഗ്രി. കാരണം എന്താ? ഐസോസ്ലീസ് ട്രയാങ്കിൾ. BOC എന്ന് പറഞ്ഞാൽ എന്താണ്? BOC. ഇത് വളരെ സിമ്പിളാണ് മക്കളെ. സി 40 ഡിഗ്രി ഇവിടെ ഒരു ട്രയാങ്കിളിൽ മൊത്തം എത്രയാണ്? 180. അപ്പോൾ 40 + 40 180. അപ്പം 180 ഡിഗ്രി ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ഉണ്ട്. 40 കുറച്ച് എത്ര ഇട്ടാൽ 40 - 40. അപ്പോൾ എത്രയാണ്? 80 പോയി. ബാക്കി 100 ഡിഗ്രി ഉണ്ടാവും. അപ്പോൾ ഇവിടെ എത്രയാണ്? 100 ഡിഗ്രി. ആംഗിൾ സം പ്രോപ്പർട്ടി. അടുത്തത് ബാക്ക് എന്ന് പറഞ്ഞ ആംഗിൾ എന്താ? ബാക്ക് BAC. സെൻറ്ററിൽ ബോക്ക് BOC 100 ആണെങ്കിൽ ഇവിടെ എത്ര വരിക? അതിൻ്റെ പകുതി 50 ഡിഗ്രി. അപ്പം 100ൻ്റെ പകുതി എത്രയാണ്? 50 ഡിഗ്രി. BDC എന്താ? BDC മൈനർ ആർക്ക്. സി ഇതൊരു ക്വാഡ്രിലാറ്ററലാണ്, സൈക്ലിക് ആണ്. ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ അതിൻ്റെ സപ്ലിമെൻ്ററി 180 ഡിഗ്രി മൈനസ് 50 സപ്ലിമെൻ്ററി ആംഗിൾ. അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററിന് എഴുതിക്കോളൂ 130 ഡിഗ്രി. സിമ്പിൾ. കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇവിടെ സിമ്പിൾ ചാപ്റ്റർ 2-3 ഡയഗ്രാം പഠിച്ചാൽ കഴിയുന്ന കാര്യമുള്ളൂ. ഓക്കെ ഇൻ ദ ഫിഗർ ABCD ഇസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. CBE BDC ABD തന്നു. ഫൈൻഡ് ദ മെഷർ ഓഫ് ABC കണ്ടുപിടിക്കാം. ABC ഒന്ന് കളർ ചെയ്യട്ടെ. ABC ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം ഇവനെ കണ്ടുപിടിക്കാം. എന്താ? സി ഇത് മൊത്തം 180 ഡിഗ്രി ആണല്ലോ. ഓക്കെ ഞാൻ ഇവിടെ കളർ എടുത്തരാം. ദിസ് ഈസ് മൊത്തം. ഓക്കെ അല്ല ഇത് മൊത്തം 180 ഡിഗ്രി ആണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ 80 ഇവിടെ പോയപ്പോൾ ഇവിടെ 100ൽ 45 മൈനസ് ചെയ്താൽ 55. കറക്റ്റ് അല്ലേ ഞാൻ പറയുന്നത്? ഞാൻ പറയുന്നതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റില്ല, പക്ഷേ കമൻറ്റ് ചെയ്താൽ. ഓക്കെ ഇവിടെ എത്രയാണ്? 55. കാരണം ഇതിൽ ഫുൾ സ്ട്രെയിറ്റ് ആംഗിളിൽ 80 ഡിഗ്രി പോയി. അപ്പോൾ 100 ഇവിടെ എത്ര? 100ൽ 45 ആയ 55. ഓക്കെ അപ്പം എന്താണ്? ആംഗിൾസ് ഓൺ സ്ട്രെയിറ്റ് ലൈൻ എന്ന് വേണം എഴുതിക്കോ. ആൻസർ എത്രയാണ്? ABC വേണ്ട കേട്ടോ. ABC വേണ്ടത്. ABC എത്രയാണ്? 100. അത് 100 കേട്ടോ. ഇവിടെ 180 ഡിഗ്രി മൈനസ് 80 ഡിഗ്രി 100 ഡിഗ്രി. നമ്മൾ മറ്റേ ഉള്ളിലത്തെ ആംഗിളും കണ്ടുപിടിച്ചു. ഡാബും DCB DAB. ഓക്കെ DAB ഇവനെയാണ് കണ്ടുപിടിക്കണം. DABയും കണ്ടുപിടിക്കാം, DCBയും കണ്ടുപിടിക്കാം, ഈ ആംഗിളും കണ്ടുപിടിക്കാം. ഓക്കെ നമുക്ക് കണ്ടുപിടിക്കാം. സി BC എന്നാണ്. നമുക്ക് എല്ലാ ആംഗിളും കണ്ടുപിടിക്കാം. പണി സിമ്പിളായല്ലോ. BC എന്നുള്ളത് ഇവിടെ ഉണ്ടാക്കുന്ന 30. ഓക്കെ മേജർ ആക്ഷൻ 30. ആ BC തന്നെ എയിൽ ഉണ്ടാക്കുന്നത് എന്താ? 30 ഡിഗ്രി. സംശയം വേണ്ട 30 ഡിഗ്രി. ഓക്കെ പെന്നിൻ്റെ തിക്നെസ് ഒന്ന് കുറയ്ക്കാം. ഓക്കെ അതേപോലെ CD എന്നുള്ളത് ഇവിടെ ഉണ്ടാകുന്ന 55 ആണെങ്കിൽ CD എന്നുള്ളത് എയിൽ ഉണ്ടാക്കുന്ന 55, CD ബിയിൽ ഉണ്ടാകുന്ന 55, ഇവിടെയും 55 എഴുതിക്കോ. 55 ഡിഗ്രി. ഓക്കെ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിക്കാം. AD ബിയിൽ ഉണ്ടാകുന്ന 45, AD സിയിൽ ഉണ്ടാകുന്ന 45. ഓക്കെ ഇത്ര ആംഗിൾ സിമ്പിളായിട്ട് കിട്ടി. ഓക്കെ ഇനി ഏതെങ്കിലും കിട്ടാനായിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഈ ആംഗിളും കൂടി ഉണ്ട്. ഈ രണ്ട് ആംഗിളും കൂടി കണ്ടുപിടിക്കണം. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ നമുക്കിപ്പോൾ എന്താ വേണ്ടത്? DAB കിട്ടി. 55 + 30 എത്രയാണ്? എഴുതിക്കോ 85 ഡിഗ്രി. ഓക്കെ DAB കിട്ടി 85 ഡിഗ്രി. DCB എത്രയാണ്? DCB. ഓക്കെ അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ആ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക? വെരി ഈസി. ഓക്കെ എങ്ങനെ കണ്ടുപിടിക്കുക? ഇത്ര ഉള്ള ചെയ്യേണ്ടത്. നമുക്കറിയാം
ഈ ആംഗിളും സിയും എയും ആഡ് ചെയ്താൽ 180 കിട്ടണം. അപ്പോൾ ഇത് എത്രയാണ്? ഇത് നമുക്ക് 85 വന്ന് കിട്ടി. ഇത് 85 ആണ്. ഓക്കെ, ഇതപ്പോൾ എത്രയാണ്? ഇത് 180 ഡിഗ്രി മൈനസ് 85. 180 ഡിഗ്രി മൈനസ് 85 എത്ര? ഇത് രണ്ടും സപ്ലിമെൻ്ററി അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ എത്രയാണ്? ഈ ബ്ലൂവും ഈ ബ്ലൂ. അപ്പോൾ എത്രയാണ്? നമുക്ക് 95 ഡിഗ്രി കിട്ടും. 95 ഡിഗ്രി കാണുന്നില്ല അല്ലേ? 95 ഡിഗ്രി. സിമ്പിൾ. ഓക്കെ, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്നുള്ളൊരു ടോപ്പിക്കിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏറ്റവും സിംപ്ലസ്റ്റ് ക്വസ്റ്റ്യൻ. ആംഗിൾ എ കണ്ടുപിടിക്കാൻ പറയുന്നു. ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തോ. ഓക്കെ, റെഡി? കമൻറ്റ് ചെയ്തോ. 110 ഡിഗ്രി ഉണ്ട്. ഇവിടെ എത്രയാണ്? 180 മൈനസ് 110. നിങ്ങൾ ആൻസർ ചെയ്തോ. ഓക്കെ, സപ്പോസ് വി ഡ്രോ എ സർക്കിൾ, ക്രിക്കിളല്ല, സർക്കിൾ വിത്ത് എ ബി എസ് ഡയമീറ്റർ. എ ബി ഡയമീറ്റർ അയച്ചിട്ട് സർക്കിൾ വരച്ചാൽ among the points C, D, E which lies on the circle, outside the circle, inside the circle. ആൻസർ പോരട്ടെ. സി, ഞാനൊരു സർക്കിൾ വരച്ചാൽ ഇങ്ങനെയാണോ ഉണ്ടാവുക? ഓക്കെ, സി ആണോ സർക്കിളിൻ്റെ മുകളിൽ, ഡി ആണോ അല്ലെങ്കിൽ ഇ ആണോ? ഓക്കെ, സി, നിങ്ങൾ ആൻസർ ചെയ്യുക. നിങ്ങൾ ആൻസർ ചെയ്തല്ലോ, ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഏകദേശം ഉണ്ടാവുക കേട്ടോ. ഇങ്ങനെയല്ല സർക്കിൾ ഉണ്ടാവുക. സർക്കിൾ ഏകദേശം ഇങ്ങനെ നല്ല അടിപൊളി സർക്കിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആൻസറിൽ ഇങ്ങനെ ഉണ്ടാവേണ്ടത് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ഒക്കെ വെച്ചിട്ട് ഡി ഓൺ ദ സർക്കിൾ, സർക്കിളിൻ്റെ മുകളിൽ. ഓക്കെ, ഈ ഔട്ട്സൈഡ് ദ സർക്കിൾ. ഓക്കെ, ആൻഡ് സി എന്താണ്? ഇൻസൈഡ് ദ സർക്കിൾ. ഇതിൻ്റെ ലോജിക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സി, ഡയമീറ്റർ എവിടെ വേണമെങ്കിൽ ഡയമീറ്റർ. ഓക്കെ, ഡയമീറ്റർ എപ്പോഴും സർക്കിളിൻ്റെ മുകളിൽ 90 ഡിഗ്രി ഉണ്ടാക്കും, സർക്കിളിൻ്റെ പുറത്ത് ലെസ് ദാൻ 90 ഉണ്ടാക്കും, സർക്കിളിൻ്റെ ഉള്ളിൽ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ഉണ്ടാക്കും. ഓക്കെ, ഇത് 90-നെക്കാളും വലുത്, 90-നെക്കാളും ചെറുത്, ഇത് കറക്റ്റ് 90. അങ്ങനെയാണ് ആ ലോജിക്ക് മറക്കരുത് കേട്ടോ. റെഡി? അടുത്ത ക്വസ്റ്റ്യൻ. എത്ര ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്? ലാസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇത് 8th ക്വസ്റ്റ്യൻ. 8th, 9th, 10th. ഓക്കെ, ഇൻ ദ ഫിഗർ എ ബി സി ഡി ആർ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ. ആംഗിൾ എ ഒ ബി തന്നിട്ടുണ്ട് 140. എ സി ബി ഇതും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെരി ഈസി. സെൻട്രൽ ആംഗിൾ 140 ഡിഗ്രിയാണ്. അതിൻ്റെ പകുതിയാണ് മേജർ ആർക്കിൽ വരിക. സോ അതിൻ്റെ പകുതി എത്രയാണ്? 70 ഡിഗ്രി ഇവിടെ. ആൻഡ് സി ആംഗിളും ഡി ആംഗിളും സപ്ലിമെൻ്ററി, കാരണം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? എ ബി സി ഡി. അപ്പോൾ നോക്കിയേ, ഇവിടുത്തെ 110, 180 മൈനസ് 70 വിച്ച് ഈസ് 110. കഴിയും. സിമ്പിൾ ക്വസ്റ്റ്യൻ. 9th ക്വസ്റ്റ്യൻ. വിച്ച് ഇസ് ഓൾവേസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ? സി, ഒരു പാരലലോഗ്രാം ഞാൻ തരാം. ഇത് സൈക്ലിക് ആണ് എപ്പോഴും. ഒരു സ്ക്വയർ തരാം. ഓക്കെ, ഒരു ട്രപ്പീസിയം തരാം. ഓക്കെ, ഒരു റോംബസ് തരാം. ഇതിലെപ്പോഴും സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഏതാ? സി, ഇതൊരു ഐസോസിലസ് ട്രപ്പീസിയം ആയിരുന്നെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയാണ്. പാരലോഗ്രാം ഒരിക്കലും അല്ല. ഓക്കെ, പാരലോഗ്രാം അല്ല. റെക്റ്റാങ്കിൾ എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. സ്ക്വയർ എന്താണ്? സ്ക്വയർ എപ്പോഴും സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ കേട്ടോ. ഓക്കെ, പിന്നെന്താ? റോംബസ് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ സ്ക്വയർ എപ്പോഴാണ്, റെക്റ്റാങ്കിൾ ആണ്. ഓക്കെ, പാരലോഗ്രാം ഒരിക്കലും അല്ല. ഓക്കെ, അൺലെസ് ഇറ്റ്സ് ഐസോസിലസ് ട്രപ്പീസിയം ആണ്. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചാൽ പേരുകളൊക്കെ ആവശ്യം വരും. കമ്മിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം കേട്ടോ. ഇൻ ദ ഫിഗർ ഓ ഇസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രൂഫ് പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പണ്ട്. ഓക്കെ, എ ബി സി ഡി ആർ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ. ആംഗിൾ എ ഒ ബി, സെൻട്രൽ ആംഗിൾ തന്നു 180 ഡിഗ്രി. ഓക്കെ, റൈറ്റ് ദ മെഷർ ഓഫ് ആംഗിൾ എ സി ബി ഇവൻ. ഓക്കെ, ഇവൻ കണ്ടുപിടിക്കണം. എ ഡി ബി ഇവൻ കണ്ടുപിടിക്കണം. എ പി ഡി കണ്ടുപിടിക്കാം. എ ഡി പി എന്താണ്? ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ബേസിക്കലി എല്ലാ ആംഗിളും കണ്ടുപിടിക്കണം. ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണ്? ഈ സി ക്യു ഡി ഇവനും ആഡ് ചെയ്യുന്ന സമ്മ് കണ്ടുപിടിക്കണം. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പെട്ടെന്ന് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇത് പ്രൂഫായിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാം. നമുക്ക് നോക്കാം. ഓക്കെ, ഇത് സെൻറ്ററാണ് കേട്ടോ. സെൻറ്ററിൽ 80 ആണെങ്കിൽ ഇവിടെ എത്രയാണ്? അതിൻ്റെ പകുതി 40 ഡിഗ്രി വരും അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ ചെറുതായിട്ട് എഴുതില്ല. ഇവിടെ 40 ഡിഗ്രി, ഇവിടെ 40, ഇവിടെ 40. ഓക്കെ, ഇനി ലീനിയർ പെയർ ഉപയോഗിച്ചാൽ നമുക്ക് മനസ്സിലായി ഇത് രണ്ടും എത്രയാണ്? ലീനിയർ പെയർ ഉപയോഗിച്ചാൽ 180 മൈനസ് 40 140 ഡിഗ്രി, ഇതും 140 ഡിഗ്രി. ഓക്കെ, റെഡി? അത് രണ്ടും കിട്ടി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? ഈ രണ്ട് 140 കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആംഗിൾ സി ക്യു ഡി. ഞാൻ കളർ ഇത് കാണിച്ചാൽ സി ക്യു ഡി എന്ന് പറയുമ്പോൾ ഇതാട്ടോ, ബ്ലൂ കളർ കാണിച്ചാൽ സി ക്യു ഡി എന്ന് പറയുന്നത് പി, ഇതാണ് ആംഗിൾ പി. ഓക്കെ, ഈ ആംഗിളും കൂടി ആഡ് ചെയ്ത് എന്താ കിട്ടുകയെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് സി ക്യു പി ഡി എന്ന് പറഞ്ഞാൽ സി ക്യു പി ഡി എന്ന് പറഞ്ഞാൽ ഷേപ്പ് നോക്കാം. ഓക്കെ, ഇതെന്താണ്? 4 സൈഡുള്ള ഷേപ്പാണല്ലോ ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ സം ഓഫ് ആംഗിൾസ് എത്രയാണ്? സം ഓഫ് ആംഗിൾസ് 360 ഡിഗ്രി. ഓക്കെ, ആൻഡ് ഇതിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾസ് സി പ്ലസ് ഡി പ്ലസ് സി ക്യു ഡി പ്ലസ് പി.
ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ 360 ഡിഗ്രി. ഓക്കെ, 360 ഡിഗ്രി. ഓക്കെ, നമുക്ക് അവസാന ആൻസറിൽ സി ക്യൂഡിയും പി ആണ് നമുക്ക് വേണ്ടത്. ഇവരെയാണ് നമുക്ക് കിട്ടുക. സി ക്യൂഡിയും പി ആണ് വരിക. സിയും ഡി ആഡ് ചെയ്ത് എത്ര കിട്ടുക? 140 140 280 കിട്ടും. ഓക്കെ, അപ്പോൾ 280 പ്ലസ് സി ക്യൂ ഡി പ്ലസ് പി ഇസ് ഈക്വൽ ടു 360. ഇനി 280 അപ്പുറത്തെ സൈഡിൽ പറഞ്ഞാൽ എന്താ കിട്ടുക? ആംഗിൾ സി ക്യൂ ഡി പ്ലസ് ആംഗിൾ പി ഇസ് ഈക്വൽ ടു 360 മൈനസ് 280. അപ്പോൾ ആൻസർ എത്ര വരിക നമുക്ക്? 80 ഡിഗ്രി. അപ്പം ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്താൽ എപ്പോഴും ഈ സെൻട്രൽ ആംഗിളെ വരിക. ഓക്കെ, ഈ രണ്ട് ആംഗിൾ ആഡ് ചെയ്താൽ പിയും സി ക്യൂ ഡി ആഡ് ചെയ്താൽ എപ്പോഴും സെൻട്രൽ ആംഗിളെ വരിക. അതാണ് ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തത്. അത് 80 ഡിഗ്രി ആയതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ചിലപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ പറയും സെൻട്രൽ ആംഗിളാണ്. ഇങ്ങനെ പ്രൂവ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അതോടെ നമ്മുടെ 10 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മുടെ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ലൈൻ ബൈ ലൈൻ ലൈവ് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് മൊത്തം ചെയ്ത് കഴിഞ്ഞു എന്ന് നമുക്കൊന്ന് വേറെ ആർക്കും അറിയാതെ നമ്മുടെ സീക്രട്ട് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ബോണസ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഒന്ന് ബോണസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് മാത്രം മനസ്സിലാൻ തീർത്തവർക്ക് ഈ വീഡിയോ നിങ്ങൾ മൊത്തം കണ്ടുവന്നു, അടിപൊളിയായിട്ട് പഠിച്ചു വന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത ചാപ്റ്റർ ചെയ്ത് കാണുന്ന കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.